നമ്മൾ മെയിൽ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് മെയിലുകൾ എവിടുന്നൊക്കെയോ പൊട്ടിപ്പുറപ്പെട്ട് വന്നു കിടക്കുന്നതായിട്ട് കാണാറുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ വരുന്ന മെയിലുകൾ ഏത് സെൻറ്ററിൽ നിന്നാണ് വരുന്നത്, ആരാണ് ഇതിൻ്റെ പുറകിൽ എന്നൊന്നും ഒരു പിടുത്തവും നമുക്കുണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാതെ വരുന്ന മെയിലുകളെ നമുക്ക് ഒഴിവാക്കാൻ അതിൽ തന്നെ ഒരു മാർഗമുണ്ട്. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അതുമാത്രമല്ല, ഇത്തരത്തിൽ വരുന്ന മെയിലുകളിൽ ചില മെയിലുകളൊക്കെ നമുക്ക് 8ൻ്റെ പണി തരാൻ സാധ്യതയുള്ളവയായിരിക്കാം. ഒരു യൂട്യൂബർക്ക് പണ്ട് ഇതേപോലെ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു പരസ്യ കമ്പനിയുടെ ആണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്ക് വന്നിരുന്നത്. അപ്പോൾ പുള്ളി അത് ഓപ്പൺ ചെയ്തപ്പോൾ അതിലൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം അതിലുണ്ടായിരുന്നു. പുള്ളി അത് ഡൗൺലോഡ് ചെയ്യാനായി യാതൊരു ചിന്തയും കൂടാതെ ഒന്ന് പ്രസ് ചെയ്തതേ പുള്ളിക്ക് ഓർമ്മയുള്ളൂ. ആ യൂട്യൂബ് ചാനൽ തന്നെ ആ മെയിൽ അയച്ച ഹാക്കർമാർ ഹാക്ക് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പുള്ളി പിന്നീട് യൂട്യൂബിനോട് കുറേ റിക്വസ്റ്റൊക്കെ നടത്തി അവസാനം എങ്ങനെയൊക്കെയോ ആ യൂട്യൂബ് ചാനൽ പുള്ളിക്ക് തിരിച്ചു കിട്ടി. ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് അബ്രഹാംസ് വേൾഡ് ആണ്. അബ്രഹാം തന്നെയാണ് ഒരു വീഡിയോയിലൂടെ ഇത് പറയുന്നത്, ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മെയിൽ വഴി യൂട്യൂബ് ചാനലിന് പ്രശ്നങ്ങൾ നേരിട്ട ഒരുപാട് പേരുണ്ട്. അതുമാത്രമല്ല, സാധാരണക്കാർക്കും ഇത്തരത്തിൽ മെയിലുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഡിവൈസ്, അത് കമ്പ്യൂട്ടർ ആകട്ടെ അല്ലെങ്കിൽ ഫോൺ ആകട്ടെ എന്തുമാകട്ടെ, അതിലെ അവരുടെ പേഴ്സണലായിട്ടുള്ള ഡേറ്റകൾ, അതായത് വീഡിയോസ്, ഫോട്ടോസൊക്കെ പേഴ്സണലായിട്ടുണ്ടാവുമല്ലോ, അതുമാത്രമല്ല മറ്റുള്ള കാര്യങ്ങളും ഇതൊക്കെ ഹാക്കർമാർ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ അതിൽ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ക്യാഷ് അടിച്ച് മാറ്റാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സംശയമുള്ള മെയിലുകൾ ഉണ്ടെങ്കിൽ അവയെ തടയാനും അതിലൊരു മാർഗമുണ്ട്. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒരു മെയിൽ ID ശരിയായ രീതിയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ മെയിൽ എങ്ങനെ നമുക്ക് അയക്കാം, മെയിലിൻ്റെ പാസ്വേഡ് മറന്നുപോയാൽ അതെങ്ങനെ റിക്കവർ ചെയ്യാം, അല്ലെങ്കിൽ പുതിയ പാസ്വേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം പോലുള്ള മെയിലിനെ സംബന്ധിച്ച ധാരാളം വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റിൻ്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ യൂസ്ഫുള്ളായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്കും മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായിട്ടുള്ള സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ യൂസ്ഫുള്ളായ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായിട്ടുള്ള ഈ ഒരു ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ അവർക്കൊക്കെ ഷെയറും ചെയ്യാം. എങ്കിലൊക്കെ ആവശ്യമില്ലാത്ത മെയിലുകളെ എങ്ങനെ നമുക്ക് തടയാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഫോണിൽ മെയിൽ ഐക്കണിൽ പ്രസ് ചെയ്ത് ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, എനിക്ക് ഒരു ദിവസം തന്നെ ഒരുപാട് മെയിലുകൾ ഇതുപോലെ വരുന്നുണ്ട്. അതിൽ ആവശ്യമുള്ള മെയിലുകളും ഉണ്ട്, എന്നാൽ ആവശ്യമില്ലാത്തവയാണ് ഏറെയും. അങ്ങനെ ആവശ്യമില്ലാത്ത മെയിലുകൾ വരുന്നത് തടയാനായിട്ട് എന്ത് ചെയ്യാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനായി ഈ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലെ ഈ കോർണറിൽ ഒരു 3 ലൈൻസ് കാണുന്നില്ലേ, 3 വരകൾ, അതിലിങ്ങനെയൊന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ കുറേ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രീനിനെ മുകളിലേക്കൊന്ന് നീക്കുന്നു. ഇപ്പോൾ ദാ ഇവിടെ മാനേജ് സബ്സ്ക്രിപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതാണ് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ എനിക്ക് മെയിലുകൾ അയക്കുന്ന കുറേ സെൻറ്ററുകളുടെ നെയിമുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവയിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത മെയിലുകൾ അയക്കുന്ന സെൻറ്ററുകൾ ഉണ്ടെങ്കിൽ അവയിൽ നിന്ന് നിങ്ങൾക്ക് പിന്നീട് മെയിലുകൾ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതാ ഇവിടെ നെറ്റ്ഫ്ലിക്സിൻ്റെ സെൻറ്ററിൽ നിന്ന് എനിക്ക് മെയിലുകൾ വരുന്നതായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് എനിക്ക് മെയിലുകൾ വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും അതിൽ നിന്ന് എനിക്ക് മെയിലുകൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം. ആ നെറ്റ്ഫ്ലിക്സിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് മെയിലിൻ്റെ ഒരു ഐക്കൺ പോലത്തെ ഒരു സിമ്പൽ കാണുന്നില്ലേ, അപ്പം ഞാൻ അതിലൊന്ന് പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ ബോക്സ് ഓപ്പൺ ആവും. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് മെയിലുകൾ വരുന്നത് സ്റ്റോപ്പ് ചെയ്യണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് അൺസബ്സ്ക്രൈബ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് എനിക്ക് മെയിലുകൾ വരുന്നത് സ്റ്റോപ്പ് ആകും. അപ്പം ഞാൻ ആ അൺസബ്സ്ക്രൈബ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതിലെ മെയിലുകൾ എനിക്ക് സ്റ്റോപ്പായി. അപ്പം ഇതുപോലെ ഈ സ്ക്രീനിലെ എത്ര സെൻറ്ററുകളിൽ നിന്നുള്ള മെയിലുകളെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണോ അതൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു പ്രശ്നം വരാനും സാധ്യതയുണ്ട്. അതെന്താണെന്നും അതുകൊണ്ട് അത് എങ്ങനെ ചെയ്യണമെന്നും, അങ്ങനെ നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്ത സെൻറ്ററുകളിൽ നിന്ന് വീണ്ടും നമുക്ക് മെയിലുകൾ
വരികയാണെങ്കിൽ അതിന് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം വ്യക്തമായിട്ട് പറയാം. ഇനി ഞാൻ ബാക്ക് അടിച്ചിട്ട് മെയിൽ ബോക്സിന്റെ ഹോം സ്ക്രീനിലേക്ക് തന്നെ വരുന്നു. ഇനി അടുത്തതായിട്ട് ഇങ്ങനെ നമുക്ക് വരുന്ന മെയിലുകളിൽ ഏതെങ്കിലും സെൻഡറുകളെ നമുക്ക് സംശയമുണ്ടെങ്കിൽ, അതായത് ആ സെൻഡറുകളിൽ നിന്നുള്ള മെയിലുകൾ വഴി നമ്മൾ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത്തരം സെൻഡറുകളിൽ നിന്നുള്ള മെയിലുകളെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ 2 ഗുണങ്ങളുണ്ട്. അതെന്താണെന്ന് പറയാം. ഈ സ്ക്രീനിന്റെ നടുവിലായിട്ട് മഹാദേവ് ചവാൻ എന്നൊരാളുടെ മെയിൽ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പൊ ആ വ്യക്തിയിൽ നിന്ന് എനിക്കിനി മെയിലുകളൊന്നും വരേണ്ട ആവശ്യമില്ല. അതെനിക്ക് ഹാക്കിംഗ് മെയിലുകൾ അയക്കുന്ന വ്യക്തിയൊന്നുമല്ല. എന്നാലും ഞാൻ അവരിൽ നിന്ന് വരുന്ന മെയിലുകളെ ബ്ലോക്ക് ചെയ്ത് കാണിക്കാം. അതിനായിട്ട് മഹാദേവ് ചവാൻ എന്ന ആ മെയിലിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അയാൾ അയച്ച മെയിൽ എനിക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഈ സ്ക്രീനിന്റെ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഇതാ ഇവിടെ ഒരു 3 കുത്ത് കാണുന്നില്ലേ, 3 ഡോട്ട്സ്, അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ അതിൽ ടച്ച് ചെയ്തപ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ആ ഓപ്ഷനുകളുടെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ബ്ലോക്ക് മഹാദേവ് ചവാൻ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലാണ് ഇനി ഞാൻ ടച്ച് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിലൊന്ന് പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ അത് ബ്ലോക്കായി. ഇനി ഞാൻ ബാക്ക് അടിക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത സെൻറ്ററുകളിൽ നിന്ന് വീണ്ടും നമുക്ക് മെയിലുകൾ വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. ഇനി പിന്നീട് നമുക്ക് ഈ സെൻറ്ററുകളിൽ നിന്ന് വീണ്ടും മെയിലുകൾ വരണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ബ്ലോക്ക് ചെയ്ത ആളുടെ മെയിലിൽ തന്നെ വീണ്ടും പ്രസ് ചെയ്ത് ഇതേ സ്ക്രീനിൽ വന്നതിന് ശേഷം ദാ ഇവിടെ അൺബ്ലോക്ക് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ സെൻറ്ററിൽ നിന്ന് അയക്കപ്പെടുന്ന മെയിലുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി മെയിൽ അയക്കുന്ന സെൻറ്ററുകളെ അൺസബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് പറയാം. നമ്മൾ അത്തരത്തിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത സെൻറ്ററുകളിലേക്ക് ഗൂഗിൾ തന്നെ ഇനി നമുക്ക് മെയിൽ അയക്കരുത് എന്നൊരു റിക്വസ്റ്റ് അവർക്ക് കൊടുക്കും. പക്ഷെ അത് വിശ്വാസയോഗ്യമല്ലാത്ത സെൻറ്റർ ആണെങ്കിൽ, അതായത് സ്കാമർമാരൊക്കെ ആണെങ്കിൽ, ഗൂഗിൾ ഇങ്ങനെ റിക്വസ്റ്റ് അയക്കുന്നത് വഴി നമ്മുടെ വിലാസം അവർക്ക് സ്ഥിരീകരിക്കപ്പെടും. അതേപോലെ നമ്മൾ ജിമെയിലിൽ സജീവമാണെന്നുള്ള കാര്യവും അവർ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും അവർ ആ മെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെയോ അല്ലെങ്കിൽ മറ്റ് മെയിൽ ഐ ഡികളിൽ നിന്നോ നമുക്ക് ഇത്തരത്തിലുള്ള ജങ്ക് ഫയലുകളോ ഫിഷിംഗ് ഫയലുകളോ വീണ്ടും അവർ അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് കൂടുതൽ പ്രശ്നമായി തീരും. അതുകൊണ്ട് വിശ്വാസയോഗ്യമായ സെൻറ്ററുകളെ മാത്രമേ നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്യാവൂ. എന്നാൽ ഞാൻ നേരത്തെ കാണിച്ച രണ്ടാമത്തെ രീതിയുണ്ടല്ലോ, അതായത് മെയിൽ അയക്കുന്ന സെൻറ്ററുകളെ ബ്ലോക്ക് ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്ത കാര്യം അവരൊരിക്കലും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും മെയിലുകൾ അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളൊരു സെൻറ്ററിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ വീണ്ടും അവിടെ നിന്ന് നമുക്ക് മെയിലുകൾ വരികയാണെങ്കിൽ ഗൂഗിൾ ആ മെയിലുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതിന്റെ സെക്യൂരിറ്റി സിസ്റ്റം നമുക്ക് വേണ്ടിയിട്ട് അലർട്ട് ആകും. അതായത് നമ്മൾ ഈ വ്യക്തിയെ ബ്ലോക്ക് ചെയ്തത് കൊണ്ട് എന്തോ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന് ഗൂഗിൾ സ്വയമേവ മനസ്സിലാക്കി ഇനി മുതൽ ആ സെൻറ്ററിൽ നിന്ന് വരുന്ന മെയിലുകളെ ഗൂഗിൾ തന്നെ പരിശോധിക്കുന്നതാണ്. അങ്ങനെ കൂടുതൽ പ്രൊട്ടക്ഷൻ നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന സെൻറ്ററുകളുടെ കാര്യത്തിൽ ഗൂഗിൾ നമുക്ക് നൽകുന്നതാണ്. അങ്ങനെ ബ്ലോക്ക് ചെയ്തതോ അൺസബ്സ്ക്രൈബ് ചെയ്തതോ ആയ സെൻറ്ററുകളിൽ നിന്ന് വീണ്ടും നമുക്ക് മെയിലുകൾ വരുമ്പോൾ അവയൊക്കെ സ്പാം ഫോൾഡറിലാണ് പോയി കിടക്കുക. അത് ഞാൻ ഇവിടെ കാണിക്കാം. ഞാൻ വീണ്ടും ഹോം സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ 3 ലൈനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഈ സ്ക്രീനിന്റെ നടുവിലായിട്ട് സ്പാം എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൽ ഞാൻ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ കുറെ മെയിലുകൾ വന്നു കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തതോ അൺസബ്സ്ക്രൈബ് ചെയ്തതോ ആയ സെൻറ്ററുകളിൽ നിന്നുള്ള മെയിലുകളാണ്. ഇപ്പൊ ഈ സ്ക്രീനിന്റെ മുകളിൽ ഇവിടെ ഒരു സെന്റൻസ് കാണുന്നില്ലേ, അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ ഫോൾഡറിലേക്ക് വരുന്ന മെയിലുകളൊക്കെ 30 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഡിലീറ്റ് ആകും എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് തന്നെ ഇവയെ ഡിലീറ്റ് ചെയ്യാം. അതിനായിട്ട് ആ മുകളിലുള്ള സെന്റൻസിന്റെ താഴെയായിട്ട് എംടി സ്പാം നൗ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പൊ സ്ക്രീനിന്റെ നടുവിലായി വന്നിരിക്കുന്ന ബോക്സിന്റെ താഴെയായിട്ട് ദാ ഇവിടെ എംടി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പാം ഫോൾഡറിലുള്ള കംപ്ലീറ്റ് മെയിലുകളും ഡിലീറ്റ് ആവുന്നതാണ്. പക്ഷെ ഞാനത് ഇവിടെ ഇപ്പൊ ചെയ്യുന്നില്ല. പകരം അതിന്റെ തൊട്ടടുത്തുള്ള ക്യാൻസൽ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് ചിലത് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതിയെങ്കിൽ ആ മെയിലുകളിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ ദാ ഇവിടെ ഒരു ഡിലീറ്റ് ബട്ടൺ കാണുന്നില്ലേ, അതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തവ മാത്രം ഇതുപോലെ ഡിലീറ്റ് ആവുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ വിശ്വാസയോഗ്യമായ സെൻറ്ററുകളാണെങ്കിൽ അവയെ നമുക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ സംശയാസ്പദമായ മെയിലുകളെ നമുക്ക് ബ്ലോക്കും ചെയ്യാം. അങ്ങനെ അനാവശ്യ മെയിലുകളെയും അപകടകരമായ മെയിലുകളെയും നമുക്ക് തടയാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.